8 മിനിറ്റിൽ ലോൺ വേണോ? തമാശയല്ല, സീരിയസ് ആണ്. വെറും 8 മിനിറ്റിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ കയറിയിരിക്കും. മലയാളികൾ തുടങ്ങിയിട്ടുള്ള ഈ ഒരു സംരംഭം സെബി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആൻഡ് ആപ്ലിക്കേഷൻ കൂടിയാണ്. ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം, ആപ്ലിക്കേഷൻ്റെ പേര് ഞാൻ പറയുമ്പോൾ തന്നെ അത് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്ത് സെൽഫായിട്ട് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ ഈ ആപ്ലിക്കേഷൻ ഞാൻ പറയുന്നത് പോലെ 100% ഫോളോ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ കൃത്യമായി കയറുകയുള്ളൂ. വീഡിയോ മുഴുവനും കാണാതെ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് വേസ് പെൻഡിങ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊസീജിയർ ഫെയിലിയർ ആയിരിക്കാം. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിലെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ഇനി പ്ലേ സ്റ്റോറല്ല, നിങ്ങൾ ഉപയോഗിക്കുന്നത് ഐഫോൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്പ് സ്റ്റോറിലും ഈ ഒരു ആപ്ലിക്കേഷൻ ലഭ്യമാണ്. സെർച്ച് ബാറിൽ പോയി ഞാൻ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഫിൻബഡ് പേ, ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. മലയാളികൾ തുടങ്ങിയ സംരംഭമാണ്. Once after the download, you can open the Finbud Pay application. ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അലോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിക്വസ്റ്റ് വരും. അത് അലോ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് കാണാൻ കഴിയുക. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യുക. അതിനായി താഴെ സൈൻ അപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാം. സൈൻ അപ്പിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ എൻ്റർ യുവർ ആധാർ ID. നിങ്ങളുടെ ആധാറിലെ 12 ഡിജിറ്റ് ഇവിടെ കൃത്യമായി കൊടുക്കുക. അടുത്തതായി ഇമെയിലാണ് കൊടുക്കേണ്ടത്. ഇമെയിൽ കൂടി നിങ്ങളുടെ ഇവിടെ കൊടുക്കുക. ഇനി നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ കൂടി ഇവിടെ കൊടുക്കുക. ആഫ്റ്റർ ദാറ്റ് ഒരു 4 ഡിജിറ്റ് പിൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ആ 4 ഡിജിറ്റ് പിൻ ഒരിക്കലും മറന്നു പോവാതെ ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തതായി ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യുക എന്നുള്ളതാണ്. അതിനായി ഐ എഗ്രി വിത്ത് ദ പോളിസി എന്നുള്ളതിൻ്റെ അടുത്തുള്ള ബോക്സ് ടിക്ക് ചെയ്യുക. എന്നിട്ട് സൈൻ അപ്പ് നൗ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി സൈൻ അപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ സീക്രട്ട് ആയിട്ടുള്ള 4 ഡിജിറ്റ് പിൻ ഇവിടെ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഇവിടെ മുകളിൽ നിങ്ങൾക്കായി കാണാം സെറ്റപ്പ് ഓട്ടോ ഡെബിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നിങ്ങൾക്കൊന്നുകിൽ സെറ്റപ്പ് ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ സെറ്റ് ബാങ്ക് അക്കൗണ്ട് അങ്ങനെയുള്ള പല ഓപ്ഷൻസ് ആയിരിക്കും കാണാൻ സാധിക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ആധാർ ഡീറ്റെയിൽസ് കൃത്യമായി കൊടുക്കുക. ബാങ്ക് അക്കൗണ്ട് ആൻഡ് ആധാർ ഡീറ്റെയിൽസ് കൃത്യമായി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ സെറ്റപ്പ് ഓട്ടോ ഡെബിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ അപ്ലോഡ് ആധാർ ഫ്രണ്ട് എന്ന് കാണുന്നതിൽ നിങ്ങളുടെ ആധാറിൻ്റെ ഫ്രണ്ട് ഭാഗം അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം താഴെ ചുവടെ കാണിക്കുന്ന അപ്ലോഡ് ആധാർ ബാക്ക് എന്നതിൽ നിങ്ങളുടെ ആധാറിൻ്റെ ബാക്ക് സൈഡ് അപ്ലോഡ് ചെയ്യുക. ഇനി വേണ്ടത് പാൻ കാർഡാണ്. പാൻ കാർഡ് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് സിബിൽ സ്കോർ ഇല്ല, പാൻ കാർഡ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോൺ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ പാൻ കാർഡ് അപ്ലോഡ് ചെയ്യാതിരിക്കുക. അതിനുശേഷം താഴെ ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്ന് കാണുന്നതിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വാലിഡ് ആയിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ബാങ്കിൻ്റെ IFSC കോഡ് ഏതാണോ അതുകൂടി ചേർക്കുക. ഇനി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ട് ആണോ, സാലറി ആണോ, കറണ്ട് അക്കൗണ്ട് ആണോ, ഏതാണ് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഒരു നോമിനിയെ ഇവിടെ ആഡ് ചെയ്യേണ്ടതാണ്. നോമിനിയെയും അതിൻ്റെ താഴെ ഗ്യാരണ്ടർ മൊബൈൽ നമ്പർ, നിങ്ങളൊരു ഗ്യാരണ്ടറുടെ ഒരു മൊബൈൽ നമ്പർ, നിങ്ങളുടെ ഫ്രണ്ടിൻ്റെയോ പാരൻസിൻ്റെയോ സുഹൃത്തിൻ്റെയോ ബ്രദറിൻ്റെയോ സിസ്റ്ററിൻ്റെയോ ഒരു മൊബൈൽ നമ്പർ ഇവിടെ ചേർക്കാവുന്നതാണ്. ആഫ്റ്റർ ദാറ്റ് മാക്സിമം 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 1 മിനിറ്റിന് ശേഷം നിങ്ങളുടെ KYC സക്സസ്ഫുള്ളായിട്ട് രജിസ്റ്റർ ആവുന്നതാണ്. ഇനി മെയിൻ മെനുവിലേക്ക് പോയി നിങ്ങൾ മുകളിൽ കാണുന്ന നിങ്ങളുടെ പേരിൻ്റെ തൊട്ട് താഴെ ക്രെഡിറ്റ് ബാലൻസ് എന്ന് കാണുന്നതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ 11,000 രൂപയാണ് എൻ്റെ ഇതിൽ ക്രെഡിറ്റ് ആയിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് QR കോഡിൽ പേ ചെയ്യുകയോ അല്ലെങ്കിൽ മണി ട്രാൻസ്ഫർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇലക്ട്രിസിറ്റി ബിൽ, EMI അങ്ങനെയുള്ള പല ബില്ലുകളും ഇതിലെ കൂടി അടക്കുകയോ ചെയ്യാവുന്നതാണ്. ഞാനീ പറഞ്ഞു തന്നതുപോലെ കൃത്യമായ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യം 8 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആയിരിക്കും. ബാക്കിയുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, ഫോളോ ഫോർ മീ.